ഹായ്, ഇന്ന് നമുക്ക് 40 സൈസ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് കാണാം. ആദ്യം തന്നെ നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഇറക്കം വരുന്നത് 11.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുക. ഫ്രണ്ട് ആം ഹോള് വെട്ടിയെടുക്കാം. ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കാം. ആം ഹോൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതിൻ്റെ വണ്ണം വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4-1 ഭാഗം 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. 2 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. ഇഞ്ച് നീക്കൊരു മാർക്കിങ് കൊടുക്കുക. ഇതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. ലൈൻ യോജിപ്പിക്കുക. ഇതിൻ്റെ ഇറക്കം വരുന്നത് 14.5 ഇഞ്ച് 15.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. അരവണ്ണത്തിൻ്റെ അവിടെയും 12 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഫ്രണ്ട് ഭാഗം യോജിപ്പിക്കുക. ആം ഹോൾ വരയ്ക്കുക. മെയിൻ ടെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 11 ഇഞ്ച്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 4.5 ഇഞ്ച്. ഇവിടെ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ആ വരയൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം വെട്ടിയെടുക്കാം. അതിനുശേഷം വെട്ടിയെടുക്കാം.
ഭാഗം വെട്ടിയെടുക്കുക. 15.5 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തുക. ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആം ഹോളും 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. വണ്ണം 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. ഇതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. കഴുത്തിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇറക്കം 9.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഒരു ബോക്സാക്കി മാറ്റുക. ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നെക്ക്, ആം ഹോൾ വരയ്ക്കുക. ഇതിൻ്റെ അരവണ്ണം 30 ഇഞ്ച്. ഇതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. 2 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. അത് യോജിപ്പിക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ. സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.